ടൈം ആൻഡ് വർക്ക് ആൻഡ് വേജസ് ഇങ്ങനെയുള്ള സെക്ഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എ എന്ന് പറയുന്ന ഒരാൾ ഒരു ജോലി n ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ ജോലി എത്രയെന്ന് ചോദിച്ചാൽ 1/n ആണ്. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ഒരാൾ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അപ്പോൾ അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 3 ജോലി നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യില്ലേ, അതിൻ്റെ ഒരു പാർട്ടാണ് ചെയ്ത് തീർക്കുന്നത്. 2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ജോലി എത്രയാണെന്ന് ചോദിച്ചാൽ 1/3 + 1/3 ആയിരിക്കും. 3 ദിവസം കൂടെ ചെയ്യുമ്പോൾ നോക്കിയേ, ഇതിൽ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. മുകൾ 1 + 1 + 1 3/3. ആ ജോലി ഒരു വർക്ക് പൂർത്തിയാകും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എ എന്ന് പറയുന്ന ഒരാൾ ഒരു ജോലി 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെങ്കിൽ അയാളുടെ വർക്ക്, ഒരു ദിവസത്തെ വർക്ക് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/3 ആണ്. 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ ജോലി എത്രയെന്ന് ചോദിച്ചാൽ പകുതിയാണ്. ഓക്കെ, മൊത്തം വർക്കിൻ്റെ പകുതി അയാൾ തീർക്കും. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പേ ഇവിടെ 2 പേരുടെ കാര്യമാണ് എടുക്കുന്നത്. എയും ബി എന്ന് പറയുന്ന 2 വ്യക്തികളുണ്ട്. എ എന്ന് പറയുന്ന ഒരാൾ ഒരു ജോലി x ദിവസം കൊണ്ടും ബി എന്ന് പറയുന്ന ഒരാൾ y ദിവസം കൊണ്ട് ജോലി തീർക്കുകയാണെങ്കിൽ 2 പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. എയുടെ ജോലി എന്താ, 1/x കൊണ്ടാണ് ഒരു ദിവസം തീർക്കുന്നത്. ബിയുടെ ഒരു ദിവസത്തെ ജോലി എങ്ങനെയാണ്, 1/y ആണ്. അപ്പോൾ ഇവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ LCM എടുക്കുക. x + y/xy എന്ന് കിട്ടും. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഈ ആൻസറിൻ്റെ, അതായത് ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ റെസിപ്രോക്കൽ എടുക്കുക, xy/x + y. അപ്പോൾ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എ എന്ന് പറയുന്ന ഒരാൾ ജോലി ചെയ്ത് തീർക്കുന്ന ദിവസം x ഡേയ്സ് ആണ്. ഇനി ബി എന്ന് പറയുന്ന ഒരാളോ ചെയ്ത് തീർക്കുന്ന, ഒറ്റയ്ക്കാണെങ്കിൽ ചെയ്ത് തീർക്കുന്ന ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 2 പേരും കൂടെ ചെയ്ത് തീർക്കുന്ന ദിവസം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, xy /x + y. xy എന്ന് പറയുമ്പോൾ ഈ 6ഉം 12ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 6 + 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടുന്നത് എങ്ങനെ, 6 × 12 / 18 എന്ന് കിട്ടും. നമുക്ക് 6 കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആൻസർ 4 എന്ന് കിട്ടും. നമ്മൾ ഈ LCM ചെയ്യുന്നെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി നമുക്ക് ഈ ടൈം ആൻഡ് വർക്കിനെ പൈപ്പിൻ്റെ ജോലിയായിട്ട്, പൈപ്പ് ആൻഡ് സിസ്റ്റേൺസിലും ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ 2 പൈപ്പ്, എ ബി എന്ന് പറയുന്ന 2 പൈപ്പുണ്ട്. ഒരു പൈപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ x അവേഴ്സ് കൊണ്ട് അതിൻ്റെ ജോലി പൂർത്തിയാക്കും. അടുത്ത പൈപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ y അവേഴ്സ് കൊണ്ടാണ് ജോലി പൂർത്തിയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 പേരും കൂടെ ചെയ്ത് തീർക്കുന്ന ജോലി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ xy /x + y അവേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ 2 പൈപ്പ് വന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന പൈപ്പ് ഓപ്പൺ ചെയ്യാൻ എടുക്കുന്ന സമയം എന്താ, 20 മിനിറ്റ്സ് ആണ്. ബി എന്ന് പറയുന്ന പൈപ്പ് ചെയ്യുന്ന ജോലി 30 മിനിറ്റ്സ് കൊണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ സിസ്റ്റം ഫില്ല് ചെയ്യുകയോ പറയാം. 2 പൈപ്പും ഒരുമിച്ച് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഇത് പൂർത്തിയാക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, xy/x + y എന്നുള്ള ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ആൻസർ കിട്ടും. 20 × 30 / 20 + 30 എത്രയാണ് കിട്ടുന്നത്, 20 × 30 / 50 എന്നാണ് കിട്ടുന്നത്. 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇവിടെ 4 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 12 മിനിറ്റ് കൊണ്ട് അവർ പൂർത്തിയാക്കും. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ 3 പേരാണെങ്കിൽ എങ്ങനെ ചെയ്യാം. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ x ഡേയ്സ് കൊണ്ട് തീർക്കുന്നു, ബി വൈയും സി z ഡേയ്സ് കൊണ്ട് തീർക്കുകയാണെങ്കിൽ 3 പേരും കൂടെ ജോലി ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ xy/z / എക്സും വൈയും ഇസഡും ആണേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്ത് 2 എണ്ണം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്താൽ മതി. അത് ചെയ്യുന്ന സ്റ്റെപ്പ് ഇത് തന്നെയാണ്. 1/x + 1/y + 1/z തന്നെയാണ്. ഇതിൽ LCM എടുക്കുമ്പോൾ xy/z വരും. ഇവിടെ എഴുതുന്ന നമ്പർ ആരെന്ന് ചോദിച്ചാൽ ഡിനോമിനേറ്ററിൽ x ഉണ്ടല്ലേ, ബാക്കി 2 പേരെയും മുകളിൽ എഴുതും. ഇവിടെ ഡിനോമിനേറ്ററിലെ y ഈ LCMത്തിലുണ്ട്, ബാക്കി xz എഴുതും. അടുത്ത ഡിനോമിനേറ്ററിലെ z LCMത്തിലുണ്ട്, ഇല്ലാത്ത ആൾക്കാരായ xy ഇവിടെ എഴുതും. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമ്മൾ ഈ മുകളിലത്തെ ആൻസറായി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഒരാൾ 10 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും. ബി എന്ന് പറയുന്ന ഒരാൾ 15 ദിവസം കൊണ്ടും സി എന്ന് പറയുന്ന ആൾ 18 ദിവസം കൊണ്ടും ജോലി പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ 3 പേരും കൂടെ ചെയ്യുന്ന ജോലി എങ്ങനെയാണ് തീർക്കുന്നത്, xy/z / xy + yz + xz. ഓക്കെ, ഇതിൽ മൾട്ടിപ്ലൈ 10 × 15 × 18 / എന്ത് ചെയ്യണം,
10ഉം 15ഉം കൂടെ മൾട്ടിപ്ലൈ ആണ് അല്ലേ. 10 × 15 പ്ലസ് അടുത്ത ഏതാ 15 × 18 പ്ലസ് 18 × 10. ഇത് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യണം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തില്ലെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം ഞാനിവിടെ കാൽക്കുലേറ്ററിലാണ് ചെയ്തേക്കുന്നത്, പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടി 2700 / 600 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ ഇത് ക്യാൻസൽ ചെയ്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണെന്ന് പറയുന്നത് 4½ days ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് 3 പേര് പൈപ്പിൻ്റെ കേസിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2 പൈപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. AB എന്ന് പറയുന്ന 2 പൈപ്പ് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ സഹായിക്കുന്നു, അതേസമയം വേറൊരാൾ empty ആക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഈ ടാങ്കിനെ empty ആക്കാൻ വേണ്ടിയാണ് വേറൊരു പൈപ്പ് C എന്ന് പറയുന്ന പൈപ്പ് ഉള്ളത്. അപ്പോൾ ഇതിൽ ആക്ച്വലി A വർക്ക് ചെയ്യുന്ന അവേഴ്സ് 8 hours ജോലി ചെയ്യുന്നത്. B എന്ന് പറയുന്ന ഒരാൾ 12 hours Z എന്ന് പറയുന്ന ആൾ നമുക്ക് എങ്ങനെ എഴുതാം, C എന്ന് പറയുന്ന ആൾ 6 hours വർക്ക് ചെയ്യുന്നത്. 6 hours വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് empty ചെയ്യാനാണ് സഹായിക്കുന്നത്. നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത് ഈ ടാങ്ക് ഫുള്ളാക്കാൻ ഇവർ 3 പേരുടെയും സഹായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3 പേരുടെ സഹായം ഒരുമിച്ച് ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Z ഇവിടെ അതായത് C എന്ന് പറയുന്ന പൈപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വെള്ളം ഇങ്ങനെ empty ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറ്റൊരു 2 പേരും അവേഴ്സ് കൂടുതലാണ്, അതുകൊണ്ട് അവർ പെട്ടെന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ Z-ന് 6 hours എടുത്താലേ ആ പൈപ്പിലെ വെള്ളം അത്രയും കളയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇങ്ങനെ empty എന്ന് പറയുന്നത് ക്യാൻ empty ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്കതിൽ മൈനസ് വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്, ഈ സെയിം ഫോമുലയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Z-ന് മാത്രം empty ചെയ്യുന്നതുകൊണ്ട് 3 പേര് ഒരുമിച്ച് ജോലി ചെയ്യുമല്ലേ. അപ്പോൾ അതിൻ്റെ Z എന്ന് പറയുന്ന വേരിയബിളിന് മാത്രം നമ്മൾ എന്ത് കൊടുക്കണം, മൈനസ് വാല്യൂ കൊടുക്കണം. ആദ്യത്തെ 8 × 12 × -6 ഡിവൈഡഡ് ബൈ 8 × Y എത്രയാണ് ഇവിടെ 12 ആണ്. അതുപോലെ Y എന്ന് പറയുന്ന 12 ആണ്, Z -6 ആണ്. അടുത്ത് Xൻ്റെ വാല്യൂ 8 ആണ്, Zൻ്റെ വാല്യൂ -6 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. 8 × 12 × -6 ഡിവൈഡഡ് ബൈ 8 × 12 എന്ന് പറയുന്നത് എത്രയാണ് 96 അല്ലേ. 96 മൈനസ് 2 ബാലൻസ് 72 മൈനസ് 48. ഇത് ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, ബ്രാക്കറ്റിനകത്ത് -6 ഇടാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 24 hours കിട്ടുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഓക്കെ.